നല്ല ചൂടത്തൊക്കെ നമ്മൾ വെളിയിലൊക്കെ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ഭയങ്കരമായിട്ട് കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ സ്കിന്ന് നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ആവുകയും ചെയ്യും. നമുക്ക് മുഖത്തിന് നല്ലൊരു തിളക്കവും കിട്ടും. നിറം വെക്കാനൊക്കെ ആയിട്ട് അടിപൊളിയുണ്ട്. ഈ ഒരു കഞ്ഞിവെള്ളം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫേസ് പാക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരുടെ വീട്ടിലും കഞ്ഞിവെള്ളം ഉണ്ട്. കൂടുതൽ ഒരു 1.5 സ്പൂണോളം ഗോതമ്പിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റ് ആവാനായിട്ട് അടിപൊളിയാണ്. നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്കും ഓയിലി സ്കിന്നുള്ളവർക്കും ഒക്കെ നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സ്കിന്ന് ഡ്രൈ ആവത്തില്ല ഈ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ ഉണ്ടാക്കുന്നതെങ്കിൽ. അപ്പം നല്ല മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കൂട്ടത്തിൽ നിങ്ങൾക്ക് കോഫി പൗഡർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കോഫി പൗഡർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്താ സ്കിന്ന് നല്ല രീതിയിൽ ടാൻ മാറാനായിട്ട് ബെസ്റ്റാണ് ഈ കോഫി പൗഡർ ഇട്ട് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ. അപ്പം കോഫി പൗഡർ ഇല്ലയെന്ന് വെച്ച് ടെൻഷൻ അടിക്കേണ്ട. ബാക്കിയുള്ള ഐറ്റംസ് കഞ്ഞിവെള്ളവും മഞ്ഞളുടെ പൗഡറും ഈ ഗോതമ്പിൻ്റെ പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും. ഇത് നമുക്ക് മുഖത്ത് തേച്ച് നമ്മൾ പിടിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മുഖത്ത് നല്ലൊരു കൂളിംഗ് ആയിരിക്കും. ഇവിടെ നല്ലൊരു തണുപ്പ് കിട്ടും. നമുക്ക് ഫേസ് നമ്മൾ തേക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു തണുപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തണുപ്പ് നമുക്ക് ഫേസിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് കരിവാളിപ്പൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ലൊരു ബ്രൈറ്റായിട്ട് വരാനൊക്കെ ആയിട്ടും നല്ലൊരു നിറം വെക്കാനൊക്കെ ആയിട്ട് നല്ലൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുളിക്കുന്നതിന് വേണമെങ്കിൽ ഒരു 10-20 മിനിറ്റ് നേരമൊക്കെ മുമ്പ് തേച്ചിട്ട് വെറുതെ പച്ചവെള്ളത്തിൽ കളഞ്ഞ് നോക്ക്. അതല്ലെങ്കിൽ എപ്പോഴാണ് സമയം കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തേച്ച് കഴുകി നോക്കിക്കോട്ടോ. നല്ല റിസൾട്ട് കിട്ടും.